ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ബ്ലഡ് കൊടുക്കാൻ ഒരുങ്ങുകയാണല്ലോ ദേവയാനിക്ക്. അങ്ങനെ ദേവയാനിയുടെ സമ്മതമില്ലാതെ നയനയാണ് ബ്ലഡ് തന്നിരിക്കുന്നതെന്ന് ദേവയാനിയോട് പറയാതെ കണ്ട് ദേവയാനിയുടെ താൽക്കാലിക ജീവൻ രക്ഷിച്ചെടുക്കണം കേട്ടോ. പക്ഷേ ദേവയാനിക്ക് ഈ ചെയ്ത ക്രൂരതക്കും ദൈവം തിരിച്ചടി തന്നെ കൊടുത്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ ദേവയാനി വീട്ടിൽ വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ദേവയാനിക്ക് കടന്നു പോവേണ്ടി വരികയാണ്. വീട്ടിൽ വരുമ്പോഴും നയനയെ ഇങ്ങനെ നിഷേധിക്കും. അനാമിക പറയും ഞാനാണ് ബ്ലഡ് തന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ധരിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ അവിടെയൊക്കെ അനാമികയ്ക്ക് വെല്ലുവിളിയായി വരുന്നത് ദേവയാനിയുടെ അസുഖം തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറയുമ്പോഴും അനാമിക അങ്ങനെ പിന്തിരിഞ്ഞും കൊണ്ടിരിക്കും. അപ്പോഴേക്കും ദേവയാനിയുടെ വൃക്കകൾ പോയിരിക്കുന്നു എന്ന ആ സത്യം അറിയണം കേട്ടോ. ഇതേ സമയം ദേവയാനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലചുറ്റലും കാര്യങ്ങളും തന്നെയാണ് വീണ്ടും വരുന്നത്. അങ്ങനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. അപ്പോൾ ഡോക്ടർ പറയാണ് ദേവയാനിയുടെ വൃക്കകൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മാറ്റി വെക്കണം എന്നുള്ള ആ ഒരു നിർദ്ദേശം ഡോക്ടറിൽ നിന്ന് വരികയാണ്. ഇതേ സമയം അതിന് പറ്റിയ ഒരാളെ കിട്ടണമല്ലോ, അതുകൊണ്ട് തന്നെ ദേവയാനി ആകെ ടെൻഷനിലാവുകയാണ്. അപ്പോഴും നയന തരാം എന്നൊക്കെ ഇങ്ങനെ പറയെങ്കിലും കൂടി ദേവയാനി അത് സമ്മതിക്കില്ല കേട്ടോ. എനിക്ക് അവളുടെ വേണ്ട, അവളുടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരിക്കത്തേ ഉള്ളൂ, അവളുടെ വേണ്ട എന്ന് ദേവയാനി അപ്പോഴും പറയൂ കേട്ടോ. അപ്പോൾ അനാമികയുടെ ആ എരിപിരിയുള്ള വാക്കുകളും വരികയാണ്. അങ്ങനെ ദേവയാനിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. ഇതേ സമയം ഒരാളെ കണ്ടെത്തണം കേട്ടോ. അങ്ങനെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വരികയാണ്. എന്നാൽ ഈ സമയം ഫിക്സ് ആയ ആ ഡേറ്റിൻ്റെ അന്ന് ആ പെൺകുട്ടി വരികയാണ്. ആ പെൺകുട്ടി ആ ഓപ്പറേഷത്തിൻ്റെ അന്ന് രാവിലെ വന്നിട്ട് ഇവരോട് പറയാണ്, ദേവയാനിയോടും അതുപോലെ മറ്റുള്ള എല്ലാവരോടും പറയാണ് എനിക്ക് എൻ്റെ വൃക്ക തരാൻ പറ്റില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ആദർശും ആദർശിൻ്റെ അച്ഛനും മൂർത്തിമുത്തശ്ശനൊക്കെ ആകെ ദേഷ്യപ്പെടുന്നത്, എന്താണ് നിങ്ങൾ പറയുന്നത്, ഈ സമയം വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക, അയ്യോ എനിക്ക് എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ എൻ്റെ വൃക്ക തരാൻ ഒരുങ്ങിയത്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരും ഇല്ലാതാവും, പണത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിനൊക്കെ ഒരുങ്ങിയത്, പക്ഷേ എൻ്റെ മുന്നിൽ ഒരു ദൈവദൂതൻ്റെ പോലെ ഒരാളെത്തി എനിക്ക് പണം നൽകി, പിന്നെ ഞാൻ എന്തിനു വൃക്കകൾ കൊടുക്കണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജയൻ പറയണേ എൻ്റെ ദേവയാനിക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ കൊടുക്കൂ, ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, എൻ്റെ മക്കൾക്ക് ഞാൻ വേണം, ഒരമ്മ വേണം, അവർക്കത് ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഓപ്പറേഷത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞിട്ട് ആ ആൾ കൈയൊഴിയാണ് കേട്ടോ. ഇതേ സമയം ദേവയാനിയുടെ അവസ്ഥ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു നാൾ എന്ന് പോലും പറയാൻ പറ്റില്ല, അത്രയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദേവയാനി മരിക്കുമെന്നുള്ള ആ ഒരു സത്യം ഡോക്ടർ വെളിപ്പെടുത്തുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ദേവയാനിയും ഇത് അറിഞ്ഞിരിക്കണം എന്ന് എല്ലാവർക്കും ഇടയിൽ തോന്നിത്തുടങ്ങുകയാണ്. അങ്ങനെ ദേവയാനിയോട് ചെന്നിട്ട് ജയൻ പറയും, എന്തായാലും നിൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ് നിനക്ക് കിട്ടിയത്, ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഈ അവസ്ഥയിൽ, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ദേവയാനി ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നീ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല, എത്ര തവണയാണ് നീ അവളോട് പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൾ ഒരു മുഖം മറച്ചു എന്നുള്ള കല്യാണം കഴിച്ചതിൽ ആദർശിൻ്റെ എല്ലാമായ ആ ഭാര്യയെ ഇപ്പോൾ നീ തള്ളിപ്പറയുന്നത് എന്തർത്ഥമാണുള്ളത്, അത് നീ ചിന്തിക്കുന്നതൊക്കെ ഇങ്ങനെ ദേവയാനിയെ പറയുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര വിഷമമാവണം കേട്ടോ. അപ്പോൾ ഈ സമയം നയന കിടന്നു വരികയാണ്. അങ്ങനെ നയന പറയണം, ആര് എൻ്റെ അമ്മക്ക് വൃക്ക നൽകില്ല എന്ന് പറഞ്ഞാലും ഞാൻ നൽകാമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ദേവയാനിയുടെ മുന്നിൽ വെച്ച് തന്നെ ആദർശ് പറയണില്ല, ഞാൻ ഒരിക്കലും നിന്നെ ഇതിന് സമ്മതിക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശിൻ്റെ അച്ഛനും പറയണം, ശരിയാണ് മോളെ നീ ചെയ്യേണ്ട, പണ്ട് ഇവൾക്ക് ബ്ലഡ് കൊടുത്തത് നീയാണ്, എന്നിട്ട് അതിൻ്റെ വല്ല നന്ദി ഇവൾക്കുണ്ടായോ, ഇവളെ മറ്റുള്ളവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന അക്കാര്യത്തിലാണ് ഇവൾക്ക് വിശ്വാസം, ആയിക്കോട്ടെ ഇവളത് വിശ്വസിച്ചോടെ, അങ്ങനെയുള്ള ഇവൾക്ക് ഇനി എന്തായാലും വൃക്ക കൊടുക്കണ്ടെന്ന് പറയട്ടോ. അപ്പോഴേക്കും ഡോക്ടർ പറയണം, നിങ്ങൾ എന്താ ഈ പറയുന്നത്, നിങ്ങളുടെ പകയും വിദ്വേഷവും ഇവിടെ വെച്ച് ഈ സമയമെല്ലാം നടത്തേണ്ടത്, മണിക്കൂറുകൾ നീണ്ടു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എപ്പോഴും വേണമെങ്കിലും എന്തും സംഭവിക്കാം, ഇനി ഒരു മാറ്റിവെക്ക് എന്നുള്ള ആ സർജറി പോലും നടക്കില്ല എന്ന് പറയട്ടോ. ഇതേ സമയം ദേവയാനി ആകെ ഞെട്ടിപ്പോടെ, ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന ആ ഒരു ചോദ്യചിഹ്നം ദേവയാനിക്ക് മുന്നിൽ വന്നു തുടങ്ങിയിട്ടോ. അങ്ങനെ ദേവയാനി ആകെ സങ്കടത്തിലാവണം കേട്ടോ. മരണം മുന്നിൽ കണ്ട ദേവയാനി പൊട്ടിക്കരയുമ്പോൾ നയന വരികയാണ്. നയന വന്നിട്ട് ദേവയാനിയോട് പറയാണ്, അമ്മ എന്നെ എത്ര വെറുത്താലും ആദർശേട്ടൻ്റെ അമ്മയല്ലേ, അമ്മ ജീവിതത്തിലോട്ട് വരണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അതുകൊണ്ട് തന്നെ അമ്മ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു വൃക്ക നൽകാൻ ഞാൻ സമ്മതം നൽകുന്നു എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ദേവയാനി മോളെ എന്ന് പറയുമ്പോൾ അമ്മ ഇങ്ങനെ സങ്കടപ്പെടേണ്ട, എൻ്റെ മനസ്സുകൊണ്ട് സന്തോഷിച്ചാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് ഇക്കാര്യത്തിന് ഒപ്പിട്ട് കൊടുക്കാൻ ആദർശിനോട് ആവശ്യപ്പെടണം. അപ്പോൾ ആദർശ് പറയണം, നയനെ ഇത് കുറച്ച്
കൈവിട്ട കളിയാണ്, ഇത് വേണ്ട നയന എന്നൊക്കെ നയനയോട് പല തവണകളായി അവിടെ പറഞ്ഞു നോക്കുമെങ്കിലും ആ വാക്കുകൾ നയന തള്ളിക്കളയാനിട്ടോ. അമ്മ ജീവിച്ചിരിക്കണം, അമ്മക്ക് വേണ്ടി ഇവിടെ ആരും തരാനില്ലാത്ത സമയത്ത് ഇനി മണിക്കൂറുകളുടെ സമയത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നും നോക്കാനില്ല ആദർശേട്ടാ, ഞാൻ ആദർശേട്ടാ അമ്മക്ക് നൽകിക്കൊള്ളാം എന്ന് പറയാനിട്ടോ. അങ്ങനെ നയന തന്നെ ഒപ്പിട്ട് കൊടുക്കണം. ആദർശ് മനമില്ല മനസ്സോട് അതിന് സമ്മതമുള്ള കേട്ടോ. എന്നാൽ ഈ സമയം ദേവയാനിയുടെ വിവരങ്ങൾ അറിയാൻ അങ്ങോട്ടേക്ക് കനകദുർഗ വരികയാണ്. അപ്പോൾ കനകദുർഗ വരുമ്പോൾ ദേവയാനി വല്ലാത്തൊരവസ്ഥയിലാണെന്ന് കരുതിയിട്ടാണ് കനകദുർഗ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് കനകദുർഗയെ ഞെട്ടിപ്പിക്കുന്ന ആ സത്യം മൂർത്തി സാറ് പറയുന്നത്. കനകം, നീ ഈ സമയം വന്നത് നന്നായി. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കും, അതെന്താ? അല്ല, ഇവിടെ ദേവയാനിക്ക് വൃക്ക നൽകാൻ ഒരാളെ പറഞ്ഞിരുന്നു, പക്ഷേ ആൾ സമയത്ത് അവർ കൈയൊഴിഞ്ഞു. അവർക്ക് പണം കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവർക്കിതിന് സമ്മതമല്ല എന്ന് പറഞ്ഞു. ആരും പേടിക്കുന്ന ഒരു കാര്യമല്ലേ, അത്രയും ഗതികെടുമ്പോഴാണല്ലോ ഈ ഒരു അവസ്ഥയിലോട്ട് പോവുക. അതുകൊണ്ട് ദേവയാനിക്ക് ആരും തന്നെ നൽകാനില്ല. എന്നാൽ ദേവയാനിയുടെ ഓപ്പറേഷൻ നീളം തോറും ദേവയാനി ഇനി ക്രിട്ടിക്കലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഏത് സമയം എന്ത് സംഭവിക്കും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് എന്നിങ്ങനെ കനകദുർഗയോട് പറയുമ്പോൾ, ഈശ്വര എന്താണ് ഈ കേൾക്കുന്നത്? എൻ്റെ ആദർശ് മോൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നോ? എന്നാലും ഈ ഒരു ഗതി വന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ മൂർത്തി സാർ പറയാണ്, ഇവിടെ ദേവയാനിയെ രക്ഷിക്കാനായി ഒരാളിപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാനിട്ടാ. അപ്പോൾ അത് കേൾക്കുന്ന കനകദുർഗ പറയണേ, അതാണ് നല്ല മനസ്സുള്ളവർക്കൊക്കെ ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴിത്തിരിവ് കാണിക്കും. കാരണം ആദർശ് മോൻ്റെ അമ്മ എന്ന് വെച്ചാൽ ആദർശ് മോന് ജീവനാണല്ലോ. ആദർശിൻ്റെ നന്മ കൊണ്ട് തന്നെ അവന് അത് കിട്ടിയിരിക്കുമെന്ന് പറയട്ടെ. അപ്പോൾ ഉടൻ തന്നെ കനകത്തിനോട് ഗോവിന്ദനോട് ചോദിക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ മകൾ നയനയാണെന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്ന കനകം ആകെ ഞെട്ടിപ്പോണ്. ഈശ്വര എന്താണ് ഈ പറയുന്നത്? എൻ്റെ മകളോ? അതെ, നിങ്ങളുടെ മകളാണെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന ഈ ഒരു വാക്ക് കേട്ട ഉടനെ കനകം പറയണേ, ഇല്ല ഞാൻ സമ്മതിക്കില്ല, എൻ്റെ മോളെ ഇങ്ങനെ ഒരു ഇത് സമ്മതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഉടൻ തന്നെ ഗോവിന്ദനും പറയണേ, ഇല്ല ഞാൻ സമ്മതിക്കില്ല, അവളുടെ പ്രായത്തിൻ്റെ ആ പക്വതക്കുറവുകൊണ്ടാണ് അവൾ ഇതൊക്കെ കാണിക്കുന്നതെന്ന് പറയാനിട്ട്. അങ്ങനെ എൻ്റെ നയന എവിടെ, എനിക്ക് കാണണമെന്ന് പറഞ്ഞ് നയനയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ നയന പറയണേ, അമ്മയും അച്ഛനും എന്ത് പറഞ്ഞാലും ശരി, ഒരാളുടെ ജീവൻ ഞാൻ നിൽക്കെ അത് പോകുന്നത് ശരിയല്ല അമ്മേ. ആദർശേട്ടൻ അമ്മ മരിച്ചിട്ട് എന്നെയുമായി ഒരുമിച്ച് ജീവിക്കുന്ന അമ്മക്ക് തോന്നുന്നുണ്ടോ? മനസ്സമാധാനത്തോടു കൂടി ഇത്രയും പണം ഉണ്ടായിട്ടും ആദർശേട്ടന് തൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധം ഞാൻ കാണേണ്ടി വരില്ലേ? അതുകൊണ്ട് തന്നെ അമ്മ എന്തുകൊണ്ടും ഞാനാണ് ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിലും ഒക്കെ മാച്ച് എല്ലാ ടെസ്റ്റിലും എനിക്കാണ് കുഴപ്പമില്ലാത്തത്. അതുകൊണ്ട് ഞാൻ കൊടുക്കട്ടെ അമ്മ, എനിക്കൊന്നും സംഭവിക്കില്ല, അമ്മയുടെ മകൾ തിരികെ വരുമെന്ന് പറയുന്നിട്ടോ. ഇത് കേൾക്കുന്ന മോളെ എന്ന് പറയുമ്പോൾ അവിടെ ആ ഓപ്പറേഷത്തിന് മുതിരയാണ്. എന്നാൽ ഇതൊക്കെ കണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനിക്ക് ആകെ സങ്കടമാവണം. ഈശ്വര, ഇത്രയും മഹാപാവങ്ങളായ ഇവരെയാണല്ലോ താൻ എന്തെല്ലാം ക്രൂരതകൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഇത് ദേവയാനിക്കുള്ളിൽ വരികയാണ് കേട്ടോ. അങ്ങനെയാണ് ദേവയാനി ഇനി ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ദേവയാനി ആകെ മാറും. പക്ഷേ ദേവയാനിയുടെ ഓപ്പറേഷൻ കഴിയുമ്പോൾ ദേവയാനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന വാർത്ത പറയുമ്പോൾ നയന മരിച്ചു എന്നുള്ള ആ ഒരു ഇതായിരിക്കൂട്ട കിട്ടുക. പക്ഷെ നയന മരണത്തിലോട്ടൊന്നും പോവില്ല, മരിച്ചതുപോലെ ആവും. പക്ഷെ ആദർശിൻ്റെ സ്പർശനം കൊണ്ട് ആദർശ് ആ കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്ന, നയനയെ മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ആ ഒരു സീന് വരെ എത്തുന്നുണ്ട് കേട്ടോ. അതൊക്കെ റീമേക്കിൽ ഹിന്ദി സീരിയലുണ്ട് ഇതിൻ്റെ റീമേക്കിൽ, അതിലാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ ചേഞ്ച് വരുമോ എന്തൊന്നും എനിക്കറിയില്ല, ഞാൻ അതിൽ കണ്ട റിവ്യൂ പറഞ്ഞതാണ്.